എന്താ അത് ജോൺസായ സൗണ്ട് കേട്ടത്? ഞാനും കേട്ടു. പിള്ളേരുടേതാണെന്നാ തോന്നുന്നത്. അയ്യോ ദൈവമേ, മക്കൾക്ക് എന്ത് പറ്റി? 4 പേര് ഉറങ്ങാൻ കിടന്നതാണല്ലോ. എനിക്ക് ടെറസിൽ നിന്ന് സൗണ്ട് കേട്ടതുപോലെ തോന്നിയത്. അയ്യോ ജോണിച്ച, ടെറസിൽ നിന്നോ? എന്റെ മക്കളെ വല്ല കള്ളനും പിടിച്ചു കാണുമോ? നീ ബഹളം വെക്കാതെ വേഗം വാ, നമുക്ക് ചെന്ന് നോക്കാം. എല്ലാവരും ഉറങ്ങുന്ന സമയമാ, നിങ്ങൾ ബഹളം വെക്കല്ലേ. എന്താ ബഹളം വെച്ചത്? എന്താ? ഏയ് അതൊന്നുമില്ല അച്ഛാ, ഒരു പൂച്ച വന്നതാ. അല്ല, നിങ്ങൾ എന്തിനാ ടെറസിൽ വന്നത്? നിങ്ങൾക്ക് കിടന്നതല്ലേ, പിന്നത്തെ ടെറസിൽ. അത് ഞങ്ങൾ വെറുതെ. എന്ത് വെറുതെയോ? എന്തിനാ വന്നത്? ശരിയാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വന്നതാ. അല്ല, നിങ്ങൾ നിങ്ങളുടെ റൂമിലല്ലേ, അവരുടെ റൂമിലുമല്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഒന്നായത്? അത് ഇവര് രണ്ടുപേരും ഞങ്ങളുടെ റൂമിൽ വന്നതാ. അല്ല ജോജോ, നിനക്ക് എത്ര വയസ്സായെന്ന വിചാരം? ഇപ്പൊ തന്നെ പെണ്ണു കെട്ടേണ്ട പ്രായമായില്ലേ, എന്നിട്ട് കുട്ടികളോടാണോ കളി? അതെങ്ങനെ? ബുദ്ധി എന്ന് പറയുന്ന ലെവലേശമില്ലല്ലോ. ഞാനല്ല, ഇതാ ഇവരാ. അവരെ എന്ത് പറയാനാ? നീയല്ലേ വലുത്, നീയല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇടവിലത്തുള്ളവരൊക്കെ നിങ്ങളുടെ ബഹളം കേട്ട് എഴുന്നേറ്റ് കാണും. നീ മിണ്ടരുത്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞങ്ങൾ പേടിച്ചു പോയി, വല്ല കള്ളനും മറ്റുമാണെന്ന് വിചാരിച്ചു. ഓരോരോ കോപ്രായങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും നാലെണ്ണവും. ഞാനല്ല ചാച്ചാ, ഇതാ ഇവരൊക്കെ എന്നെ വലിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാ. എന്നിട്ട് കഥ പറയണമെന്ന് പറഞ്ഞ എന്നെ കൂടെ കഥ പറയിക്കുകയായിരുന്നു. നീ എന്ത് പറഞ്ഞിട്ടെന്താ? നീ വലുതല്ലേ, നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ കുറെ പറഞ്ഞു, ഇവരനുസരിക്കേറ്റാ. 3 എണ്ണത്തിനെ ഞാൻ നാളെ തറവാട്ടിലേക്ക് വിട്ടുതരാം കേട്ടോ. അയ്യോ, ഞങ്ങൾ കുരുത്തക്കേടൊന്നും കളിക്കാൻ വന്നതല്ല ചാച്ചാ, കഥ കേൾക്കാൻ വന്നതാ. എന്തിനു വന്നതാണെങ്കിലും ഇതേ കളിയായിരിക്കുമല്ലേ, പോയടത്തൊന്നും കളിക്കുക. എന്തായാലും നിങ്ങൾ പോകണ്ട. അതെന്തായാലും നന്നായി. എന്തിനാ വിടുന്നത്? ഇങ്ങനെ ഓരോരോ കുരുത്തക്കേട് കളിക്കാനാണോ? ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ? ഞങ്ങൾ കളിക്കില്ല ചാച്ചാ, സത്യമായിട്ടും. അതെ, ഇനി ഞങ്ങൾ കളിക്കില്ല. പ്ലീസ് ചാച്ചാ, നാളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞങ്ങളെ വിടണം. അമ്മേ, ഒന്ന് ചാച്ചനോട് പറ, ഇനി ഞങ്ങൾ കളിക്കില്ല. വേണ്ടാത്ത കളിയൊക്കെ എന്തിനാ കളിക്കുന്നത്? അതല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളെ വിടണോ വിടണ്ടോ എന്നുള്ള കാര്യം. നടക്കടി. നമ്മളെ വിടുമായിരിക്കും. 3 എണ്ണത്തിനും ഇപ്പോൾ സമാധാനമായില്ലേ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾ 3 പേരോട് പറഞ്ഞതല്ലേ ഇങ്ങ് വരണ്ട എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി? ചുറക്കുളത്തേക്ക് പോകുന്ന കാര്യം ക്യാൻസൽ ആയില്ലേ? ഇനി ഇവിടെ നിന്ന് കരണ്ടൊന്നും വലിയ കാര്യവുമില്ല, വന്ന് കിടന്നോ.